കലക്കലിൽ പ്രധാനമായും RSSന്റെയും BJPയുടെയും ഒരു ഇടപെടലാണ് അന്ന് ഉയർന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് അന്വേഷണം പക്ഷേ ഒരുപാട് ആളുകളുടെ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നു. പക്ഷെ ഒരു അന്തിമ റിപ്പോർട്ട് എന്നുള്ള രീതിക്ക് അത് സമർപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു തുടർ നടപടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതിൽ ആരാണ് ശരിക്കും ഒരു ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ ഒരു കണ്ടെത്തലുണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ റിപ്പോർട്ട് കൃത്യമായിട്ട് നോക്കണം. എനിക്കിപ്പോ പറയാൻ കഴിയില്ല അതിനെപ്പറ്റി. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് സ്വീകരിച്ചത് ആത്മഹത്യാപരമാണ്. 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. മുൻകാലങ്ങളിൽ പലപ്പോഴും CPM പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് UDF-നോട് പിന്തുണയ്ക്കുമ്പോൾ മാത്രം ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയായി മാറുന്നത്? അതിനും ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ചോദ്യത്തിന് മറുപടി ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് നടന്നതെന്നുള്ളത്. ഇനി ഏത് 96 ജമാഅത്തെ ഇസ്ലാമി അമീർ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലൂടെ സ്വാഗതം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിലെ 2 ശ്രദ്ധേയമായ തീരുമാനങ്ങളായിരുന്നു അന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്ന് പറയുന്നത്. CBCയുടെയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയെ വളരെ വലിയ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നല്ലോണം കൊള്ളുന്നുണ്ടല്ലേ? അപ്പൊ ഞാൻ പറയാം. എന്നാൽ അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷത്തെ കഴിഞ്ഞ 30 വർഷങ്ങളോളം പിന്തുണച്ചവരല്ലേ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് എന്തും വിളിച്ചു പറയാൻ തയ്യാറുള്ള UDF നേതാക്കളും ചില ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ തന്നെയും പറയുന്നു. ഇത് വസ്തുതയുമായി ഒരു ബന്ധവുമുള്ളതല്ല. 1985-ലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചവരായിരുന്നില്ല. അതറിയില്ല അല്ലേ? അപ്പം അങ്ങനെ കന്നി വോട്ട് ആരംഭിക്കുന്നത് 1985-ലാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അങ്ങനെ തുടങ്ങി. 1987-ലെ തെരഞ്ഞെടുപ്പിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആദ്യമായി വോട്ട് ചെയ്യുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാഞ്ഞത് എന്നാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മീറ്റ് ദ പ്രസിൽ പറഞ്ഞിരിക്കുന്നത്.